ബി.എസ്.സി മാത്സ് പഠിക്കുന്ന കുട്ടികളുടെ ഒരു തേർഡ് ഇയറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു ടെക്സ്റ്റാണ് നമ്പർ തിയറി ആൻഡ് ലീനിയർ ആൾജിബ്ര. സോ ആ ഒരു വീഡിയോസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് പഠിക്കാനുള്ളതാണ് ഡിവിഷൻ അൽഗോരിതം. ബിഫോർ ദാറ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ടോട്ടലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ മുന്നേ അവർ പറയുന്നുണ്ട്, വി സ്റ്റഡി ഓൺലി പ്രോപ്പർട്ടീസ് ഓഫ് ഇൻറ്റിജേഴ്സ്, സോ അൺലെസ് അതർവൈസ് സ്റ്റേറ്റഡ് ദ വേർഡ് നമ്പർ വിൽ സ്റ്റാൻഡ് ഫോർ എ പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ കേസിൽ നമ്പർ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എപ്പോഴും പോസിറ്റീവ് ഇൻറ്റിജർ എന്നാണ് പറയുന്നത്. സോ മെയിൻലി നമ്മൾ ഡെഫിനിഷൻസ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവ് ഇൻറ്റിജർ എന്നുള്ള ആ ഒരു ടേമാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്പർ എന്നുള്ളതിന് പകരം റാൻഡമായിട്ട് വി കോൾ പോസിറ്റീവ് ഇൻറ്റിജർ. ഓക്കെ, ദെൻ നമുക്ക് മെയിൻ ടോപ്പിക്ക് ഡിവിഷൻ അൽഗോരിതം ആണ്. ഇറ്റ് ഈസ് ഡിവിഷൻ അൽഗോരിതം മീൻസ് given integers a and b with b greater than 0, there exist unique integer q and r satisfying a is equal to qb plus r ആണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഇൻറ്റിജേഴ്സ് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് എ ആൻഡ് ബി വിച്ച് ബി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇപ്പം നമ്പർ തിയറിയിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഓൾമോസ്റ്റ് നിങ്ങൾ എപ്പോഴും സീറോൻ്റെ കേസിൽ എപ്പോഴും കണ്ടീഷൻ പറയുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡെഫിനിഷനൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും അത് പറയാം, നമ്മൾ സീറോ ഗ്രേറ്റർ ദാൻ എന്ന് സീറോൻ്റെ കേസിൽ കണ്ടീഷൻ പറയും, അല്ലെങ്കിൽ നോട്ട് അറ്റ് ഓൾ സീറോ, അല്ലെങ്കിൽ സീറോ ആയിരിക്കില്ല, നോൺ സീറോ, അങ്ങനെയൊക്കെ പറയും. സോ സീറോ എപ്പോഴും അവിടെ പരിഗണിക്കണം, കാരണം നമ്മൾ എപ്പോഴും വി യൂസ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഓക്കെ, so given integers a and b with b greater than 0, comma, then there exist unique integers q and r satisfy a is equal to qb plus r. ഈ ഒരു ഫോമാണ് then 0 less than r less than b. ഈ ഒരു ഫോമാണ് ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇനി നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ഇനി ഇതിൽ ഇങ്ങനെയാണ് പോവുക, അതായത് QB plus R is equal to A. Okay, so Q into B plus R is equal to A. That is division algorithm. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഇനി ആറിനൊരു കണ്ടീഷൻ ഉണ്ടാവും അൽഗോരിതത്തിൻ്റെ കൂടെ, സീറോനേക്കാളും വലുതായിരിക്കും, ബീനേക്കാളും ചെറുതായിരിക്കും, ഇങ്ങനെ. ഓക്കെ, സിംപ്ലി ഇത് ഈ ഒരു ഫോമാണ് ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. സോ ഇത്രയുള്ളൂ ഡിവിഷൻ അൽഗോരിതം. അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് ക്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്, ബി എന്ന് പറഞ്ഞാൽ ഓൾസോ 2 ആണ്, പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ 0 ആണ്, ഈസ് ഈക്വൽ ടു എ ആണ്. എ എന്ന് പറഞ്ഞാൽ 4 ആണ്, അല്ലേ? 2 into 2 4 പ്ലസ് 0 ഈസ് ഈക്വൽ ടു 4, അല്ലേ? 4. അപ്പം ഇതാണ് ഡിവിഷൻ അൽഗോരിതം പറയുന്നത്. ഓക്കെ.